നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പ്രധാനപ്പെട്ട എല്ലാ സൂചികകളും 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകളെ സംബന്ധിച്ച് ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന്റെയും കമല ഹാരിസിന്റെയും പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഇന്നാണ് നടക്കുന്നത്. നവംബർ 5-നാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബുധനാഴ്ച CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തുവരും. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ആയിരിക്കുമോ, 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ആയിരിക്കുമോ അടുത്ത ആഴ്ച നടക്കുന്ന, അതായത് സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഉണ്ടാവുക എന്നുള്ള നിർണായകമായ വിവരങ്ങൾ നമുക്ക് അന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെ GST കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച നികുതി കുറയ്ക്കാൻ തീരുമാനവുമായിട്ടുണ്ട്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കമ്പനികൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവുന്ന മറ്റൊരു സെക്ടർ ജ്വല്ലറി സെക്ടറാണ്. അതിന്റെ വാർത്തയും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്നലെ GST കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. ഇൻഷുറൻസ്, ഹെൽത്ത് കമ്പനികൾക്ക് GST നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തയിലേക്ക് വരാം. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസിന്റെ നികുതി കുറയ്ക്കൽ GST കൗൺസിൽ സമ്മതിച്ചെങ്കിലും റിലീഫിന്റെ വ്യാപ്തിയും ഘടനയും സംബന്ധിച്ച തീരുമാനം നവംബറിൽ, അതായത് അടുത്ത യോഗത്തിലാണ് തീരുമാനിക്കുക. ഇനി ഈ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. GST നിരക്ക് 12% നിന്ന് 5%ആയാണ് കുറച്ചത്. UPI ഡെബിറ്റ് കാർഡ് പോലുള്ള പേയ്മെന്റ് രീതികളിലൂടെയുള്ള 22,000-ൽ താഴെയുള്ള ഇടപാടുകളിലുള്ള GST ഇളവ് അവലോകനം ചെയ്യുന്നതിനെ കുറിച്ച് കൗൺസിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടിയൊന്ന് നോക്കാം. ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സിപ്ല, സൈഡസ് ലൈഫ്, ബയോകോൺ എന്നിവ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും. LIC, HDFC ലൈഫ് ഇൻഷുറൻസ്, ICIC പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികൾക്ക് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ സ്റ്റാർ ഹെൽത്ത് എന്നിവയും ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടർ ജ്വല്ലറി സെക്ടറാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ കുറച്ചതിനാൽ ഇന്ത്യയിലെ സ്വർണ്ണാഭരണ ചില്ലറ വ്യാപാരികൾക്ക് ഈ സാമ്പത്തിക വർഷം 22 മുതൽ 25% വരുമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണവില അത് സർവ്വകാല റെക്കോർഡിലെത്തിയപ്പോഴും ഉയർന്ന വിൽപ്പന അളവ് വരുമാനം വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നെഗറ്റീവായിട്ട് പറയുന്നത് ലാഭക്ഷമത കുറയും എന്നാണ്. പ്രവർത്തന ലാഭം 40 മുതൽ 60 ബേസിസ് പോയിന്റ്സ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് 7.1 മുതൽ 7.2% കുറയ്ക്കും. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ ടൈറ്റൻ, കല്യാൺ ജ്വല്ലേഴ്സ്, PC ജ്വല്ലറി, തങ്കമയിൽ ജ്വല്ലറി, വൈഭവ് ഗ്ലോബൽ, സെൻകോ ഗോൾഡ് ലിമിറ്റഡ് തുടങ്ങിയവയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിയാണ്. കമ്പനി $126 മില്യൺ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് ഡയലിൽ 10% അധിക ഓഹരി എടുക്കും. ഇതോടെ കമ്പനിയുടെ മൊത്തം ഓഹരി 74% ഉയരും. അടുത്തതായി റെലിഗെയർ എന്റർപ്രൈസിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഡാബർ ഗ്രൂപ്പിലെ ബർമൻസിനെതിരെ കള്ളക്കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ രശ്മി സലൂജ, ഗ്രൂപ്പ് CFO നിതിൻ അഗർവാൾ, ഗ്രൂപ്പ് ജനറൽ കൗൺസിൽ നിശാന്ത് സിംഗാൾ എന്നിവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരാതി നൽകി. മറ്റൊരു കമ്പനി അഹുൽവാലിയ കോൺട്രാക്ട്സ് ആണ്. കമ്പനിക്ക് ഒരു വലിയ ഓർഡർ ലഭിച്ചിരിക്കുന്നു. 1307 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അടുത്തത് പ്രീമിയർ എനർജീസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് ഉത്തർപ്രദേശ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ നിന്ന് 215 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് LIC ആണ്. കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു. 5.7% നിന്ന് 7.78% ഉയർത്തിയത്. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ഉത്സവ സീസൺ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ടാറ്റ മോട്ടോഴ്സ് തിരഞ്ഞെടുത്ത SUV മോഡലുകൾക്ക് 2 ലക്ഷം രൂപ വരെ വില കുറച്ചതായി പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി ആരതി ഡ്രഗ്സ് ആണ്. ആരതി ഡ്രഗ്സ് അതിന്റെ മൊത്തം ഇക്വിറ്റി 0.72% പ്രതിനിധീകരിക്കുന്ന 6.65 ലക്ഷം ഓഹരികൾ തിരികെ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു ഷെയറിന് 900 എന്ന നിരക്കിൽ 59.85 കോടി രൂപ മൂല്യമുണ്ട്. ബൈബാക്ക് തീയതികൾ സെപ്റ്റംബർ 11 ആരംഭിച്ച് സെപ്റ്റംബർ 18 അവസാനിക്കും. അടുത്തത് IRB ഇൻഫ്രയാണ്. ഓഗസ്റ്റിൽ ഇയർ ഓൺ ഇയറിൽ ടോൾ വരുമാനം 20% വർദ്ധിച്ച് 503 കോടി രൂപയായി എന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2023 ഓഗസ്റ്റിൽ ഇത് 417 കോടി രൂപയായിരുന്നു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ പറഞ്ഞത്.
ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണിയോട് കൂടിയാണ്. 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഒരുപാട് പേർ അവരുടെ സംശയങ്ങൾ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ആ ലൈവ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. മിഡ് ക്യാപ് ഇൻഡെക്സ് അണ്ടർ പെർഫോം ചെയ്തു. സെൻസെക്സ് 376 പോയിന്റ്സും നിഫ്റ്റി 84 പോയിന്റ്സും ഉയർന്നു. ശ്രീറാം ഫിനാൻസ് UBS പ്രൈസ് ടാർഗറ്റ് ഉയർത്തിയതിനെ തുടർന്ന് സ്റ്റോക്ക് 2% ഉയർന്നു. നിഫ്റ്റി FMCG റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. മെറ്റൽ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തത്. JSW എനർജി ജെഫ്രീസിന്റെ പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് 3% ഉയർന്നു. നിഫ്റ്റി PSE ഇൻഡെക്സ് 4% ഇടിയുകയുണ്ടായി. ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറെ പുനർനിയമിച്ചതോടെ ഗോഡ്ഫ്രി ഫിലിപ്സ് 4% ഇടിഞ്ഞു. ഇതൊക്കെയാണ് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിഫ്റ്റി 24,936 84 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് ആണ് ഇന്നലെ ലഭിച്ചത്. കൂടാതെ 20-യുടെ EMAയ്ക്ക് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നലെ ലോ ആയ 24,750 ഡൗൺ സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. നിഫ്റ്റിക്ക് ഒരു ഹേർഡിൽ എന്ന് പറയുന്നത് 25,000 മുതൽ 25,100 വരെയുള്ള ലെവലുമാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ സ്ട്രൈക്കും 25,000 തന്നെയാണ്. അതുകൊണ്ട് 25,000 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. വലിയ അപ്പർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു റിവേഴ്സലിൻ്റെ ഒക്കെ സൂചനയായിട്ട് നമുക്ക് ഒരുപക്ഷെ കണക്കാക്കാൻ കഴിയുന്ന ഒരു ക്യാൻഡിൽ കൂടിയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. ആദ്യം കോൾ സൈഡിൽ 24,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,600. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 24,950 17% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് ബിൽഡപ്പാണ്. 33% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,900 സ്ട്രൈക്കിൽ 64% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. 5% മാത്രം വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണത്. അടുത്തത് 25,000 സ്ട്രൈക്കിൽ 8% ഇടിവ് പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് ആണ് സ്ട്രൈക്കിൽ കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 3% ഇടിവ് മാത്രമാണ്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 24,900 സ്ട്രൈക്കിൽ പുട്ട് സൈഡ് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. എന്നാൽ 24,950 സ്ട്രൈക്കിലും 25,000 സ്ട്രൈക്കിലും കോൾ സൈഡ് അതായത് കോൾ സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,117 540 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഹവർലി ചാർട്ടിൽ ഒരു വി ഷേപ്പ് റിക്കവറിയാണ് കാണുന്നത്. അതായത് ഡൗൺ സൈഡിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,375 മുതൽ 51,450 വരെയുള്ള ലെവലാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,500 മുതൽ 50,350 വരെയുള്ള ലെവലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ കൂടി പരിശോധിക്കാം. ആദ്യം 51,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,500 അതിനുശേഷം 51,000 സ്ട്രൈക്ക് അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 ഇന്ത്യ വിക്സിലേക്ക് 14.24 6.44% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 1,176 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 1,757 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ അത്ര വീക്കായിരുന്ന സമയത്ത് പോലും FIs കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചെറിയ സെല്ലിംഗ് മാത്രമാണ് നടത്തിയത്. അതായത് അവർ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. US മാർക്കറ്റിലേക്ക് വാൾസ്ട്രീറ്റിൻ്റെ 3 പ്രധാന സൂചികകളും തിങ്കളാഴ്ച 1% മുകളിൽ നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ ആഴ്ചയിലെ കനത്ത വിൽപ്പന സമ്മർദ്ദത്തിന് ശേഷം US മാർക്കറ്റുകൾ ഇന്നലെ തിരിച്ചു വന്നു. ഡൗ ജോൺസ് 1.2%, S&P 500 1.16%, നാസ്ഡാക്കും 1.16% നേട്ടവുമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. യുഎസിൽ നടക്കുന്ന 1-2 പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. ആദ്യം നവംബർ 5 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി US പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ഡെമോക്രാറ്റിക് കമല ഹാരിസും റിപ്പബ്ലിക്കൻ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന ആദ്യ സംവാദം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.
പിന്നീട് ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ രാവിലെ വരുന്ന ഉപഭോക്തൃ വില സൂചിക CPI റിപ്പോർട്ട് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് തന്നെയാണ്. ബുധനാഴ്ച പുറത്തു വരാനിരിക്കുന്ന CPI ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കൊടുക്കുന്നതാണ്. ഒരു 25 ബേസിസ് റേറ്റ് കട്ട് ആയിരിക്കുമോ അതോ 50 ബേസിസ് റേറ്റ് കട്ട് ആയിരിക്കുമോ എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഈ CPI ഇൻഫ്ലേഷൻ റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്നലത്തെ സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ എൻവിഡിയ ഇന്നലെ ഏകദേശം 3.5% ഉയർന്നു. കഴിഞ്ഞ ആഴ്ച വലിയ നഷ്ടമുണ്ടാക്കിയത് എൻവിഡിയ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രം 15% ഇടിഞ്ഞത്. സ്റ്റോക്കുകളിൽ ഫോക്കസിലുണ്ടായിരുന്നത് ഐഫോൺ ആയിരുന്നു. അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൂസ്റ്റ് ചെയ്ത ഐഫോൺ 16 ഇന്നലെ പുറത്തിറക്കിയിരുന്നു. ഏകദേശം 2% അതിനുശേഷം ഇടിഞ്ഞത്. വീണ്ടും ഒരു റിക്കവറിയും സ്റ്റോക്കിൽ ലഭിച്ചു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 0.04% നേട്ടത്തിലായിരുന്നു. ഇന്നലെ S&P 500ൽ 11 സെക്ടറുകളും നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കൺസ്യൂമർ ഡിസ്ക്രിഷണറി ആയിരുന്നു. 1.63% ഉയർന്നു. ഇൻഡസ്ട്രിയൽ സെക്ടർ 1.56% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.35% നേട്ടത്തിലും വിപ്രോ 0.64% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 2%, HDFC ബാങ്ക് 1.64% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.5% നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.17% ഇടിവിലും യൂറോപ്യൻ മാർക്കറ്റിലേക്ക് 0.9% വളരെ ശക്തമായി തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 1.09% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.77% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.99% നേട്ടത്തിലും പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.76% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ട്രാവൽ ആൻഡ് ലിഷർ സ്റ്റോക്കുകളാണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. 2% മുകളിൽ ഉയർന്നു. ബാങ്കിങ് സ്റ്റോക്കുകൾ 1% മുകളിൽ നേട്ടവുമുണ്ടാക്കി. US യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഈ ആഴ്ച ആരംഭിച്ചത് പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. 0.23% ഇടിവിലാണ് ഡാക്സ് ഉള്ളത്. CAC 0.29% ഇടിവിലും FTSE 0.23% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്ക് കോമ്പോസിറ്റും ഈ വർഷത്തെ ഏറ്റവും മോശം വാരത്തിൽ നിന്ന് തിരിച്ചു കയറുന്ന വാൾസ്ട്രീറ്റിലെ നേട്ടത്തെ തുടർന്ന് ഏഷ്യൻ വിപണികൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,040 എന്ന നിലയിലാണ്. 60 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 6 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 50 മുതൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.70% നേട്ടത്തിലും തായ്വാൻ മാർക്കറ്റ് 0.77% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.22% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.33% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് 2023 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും മോശം ആഴ്ച രേഖപ്പെടുത്തിയതിന് ശേഷം തിങ്കളാഴ്ച US ക്രൂഡ് ഓയിൽ 1% മുകളിൽ നേട്ടമുണ്ടാക്കി. തേർഡ് ക്വാർട്ടറിൽ ഏകദേശം 15% ബ്രന്റും WTIയും ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.92 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $68.75 പെർ ബാരൽ എന്ന നിലയിൽ 0.06% തന്നെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളതും. ഇവിടെ പറഞ്ഞ ഒരു കാര്യങ്ങളും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.